ഞാൻ ഇവളെ വെറുതെ വിടുന്നു കരുതണ്ട. ഇതിനൊക്കെ ഞാൻ അവളോട് പ്രതികാരം ചെയ്തിരിക്കും. സിനി, മോളിവിടെ? മുറിയിലുണ്ടാവും മാം. കുറെ നേരമായിട്ട് ഇവിടെ ഒന്നും കണ്ടില്ല. എന്ത് പറ്റി മാം? കുറെ നേരമായിട്ട് കണ്ടിട്ടില്ലേ? നിന്നോട് അവളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മുറിയിലേക്ക് ചെന്ന് കയറിയ ഗാഥ മാഡം ദേഷ്യപ്പെടുമെന്ന് കരുതി. അവള് ദേഷ്യപ്പെട്ട അത് കേൾക്കണം. അതിനാ ശമ്പളം തന്ന് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിറയെ ആളുകളുണ്ട്, പക്ഷെ റൂമിലിരിക്കുന്ന ഒരാളെ ശ്രദ്ധിക്കാൻ ആളില്ല. മാം വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടാവുന്നാ തോന്നുന്നു. മോളെ, മോളെ, മമ്മി എഴുന്നേറ്റ് പോ. മമ്മിയോട് എഴുന്നേറ്റ് പോവാനല്ലേ ഞാൻ പറഞ്ഞേ. മമ്മി വെറുപ്പായോ നിനക്ക്? മമ്മിക്ക് എന്നോടല്ലേ വെറുപ്പ്? ഇന്നലെ കയറി വന്നവൾക്ക് ഇപ്പൊ എല്ലാവരും ഉണ്ട്. എനിക്ക് ആരും ഇല്ലാത്ത എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ. മോളെ, മോളെ കരയല്ലേ? സിത്താര ശ്രീനിവാസന്റെ മകള്, ഒരു കുറവുമില്ലാത്തവള്. എല്ലാവരുടെ മുന്നിലും തല ഉയർത്തി നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൈ വേൾഡ് ഈസ് മൈ മമ്മി എന്ന്. എന്റെ ലോകം മമ്മിയാന്ന്. ബട്ട് മമ്മി അത് മറന്നു. എന്നെ മമ്മിക്കിപ്പോ ഒട്ടും ഇഷ്ടമല്ല. അവൾ ഉപയോഗിച്ച ഒരു കീറ തുണിക്ക് കൊടുക്കുന്ന പരിഗണന പോലും മമ്മിയുടെ മനസ്സിൽ എനിക്കില്ല. മോളെ, അങ്ങനൊന്നും പറയല്ലേ. മമ്മിക്കത് സഹിക്കാൻ പറ്റില്ല. എല്ലാവരും ചതിച്ച് എല്ലാം അവസാനിച്ച സ്ഥലത്തുനിന്നും മമ്മി എങ്ങനെയാ ജീവിച്ചതെന്നറിയോ? അറിയോ നിനക്ക്? നിന്റെ ഈ മുഖം കണ്ടിട്ടാ. നിന്റെ കുഞ്ഞു വിരലുകൾ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചപ്പോ അതിലേക്കാ മമ്മി അഭയം കണ്ടെത്തിയത്. നിന്റെ കൈ വിടാതെ നിന്നോടൊപ്പം നടന്നപ്പോഴാ മമ്മിക്ക് സ്വപ്നങ്ങളും വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായത്. എനിക്കതിനൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല മോളെ. ഇല്ല, മമ്മി ഒരുപാട് മാറിപ്പോയി. ആ നശിച്ചവളുടെ വരവാ എല്ലാത്തിനും കാരണം. അല്ലായിരുന്നെങ്കിൽ മമ്മി എന്നോട് ഇങ്ങനെ പെരുമാറുകയായിരുന്നില്ല. സോറി, ഐ എം റിയലി സോറി. മമ്മിയോട് പിണങ്ങല്ലേ മോളെ. നീ ഇങ്ങനെ പിണങ്ങി മാറിയിരുന്നാല് ചിലപ്പോ എനിക്കെന്തെങ്കിലും പറ്റിപ്പോവും, ചത്തുപോവും ഞാൻ. മമ്മി, കൃഷ്ണനാഥ